നാഥനായ റബ്ബ് നമുക്ക് നൽകിയതായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ നമ്മെ മുസ്ലിമാക്കി എന്നുള്ളത്. പിന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുള്ള അവസരം നൽകി എന്നുള്ളതോ മാത്രമല്ല, അള്ളാഹു നമുക്ക് വേണ്ടതായ എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു തന്നു. എല്ലാ നിഅമത്തുകളും അവൻ നമുക്ക് നൽകി. എന്തിനു വേണ്ടി എന്നറിയുമോ? അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അവനിക്ക് ആരാധന നടത്താൻ വേണ്ടിയാണോ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകൾക്കുള്ള മറുപടി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പറയേണ്ടി വരും. നമുക്ക് എന്തൊക്കെ നിഅമത്തുകൾ തന്നിട്ടുണ്ടോ, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ, അതിനൊക്കെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആ നാളെ മരിച്ച അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ, മഹ്ശറാവൻ സഭയിലെത്തുമ്പോൾ ഒരു ചാണ് അകലെ സൂര്യൻ ഉണ്ടാകും. അവിടെ അതാ ഒരു വിഭാഗം ആളുകൾ അതാ വേർപ്പിൽ മുങ്ങിത്താവുകയാണ്. അവിടെ ഒരേ ഒരു തണലല്ലേ ഉള്ളത്, അർശിന്റെ തണലല്ലേ ഉള്ളത്. എന്നാൽ ചില ആളുകൾക്ക് അത് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. സബഅതു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, 7 വിഭാഗത്തിന് അർശിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു തണൽ നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഒരു തണലുമില്ലാത്ത ദിവസം, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. ആ ദിവസം ചില ആളുകൾക്ക് അല്ലാഹു ആ തണൽ കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇമാമുൻ ആദിലുൻ വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്. നീതിമാനായ ഭരണാധികാരി, അല്ലാഹുവിന്റെ ആരാധനയിൽ വളർന്ന യുവാവ്, ഇവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. യുവാക്കളെ വളർത്തുമ്പോൾ എന്റെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ മക്കളെ വളർത്തുമ്പോ ദീനിന്റെ യുവാക്കളാക്കി വളർത്താൻ നമ്മൾ ശ്രമിക്കണം. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണോ? ചെറുപ്രായത്തിൽ തന്നെ അവരെ ദീനുമായി വളർത്താൻ നമുക്ക് കഴിയണോ? പിന്നെയോ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദി ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. പള്ളിയിൽ നിന്നും ഒരാൾ പുറപ്പെട്ടാൽ പള്ളിയിലേക്ക് മടങ്ങുന്നത് വരെ പള്ളിയോട് ഹൃദയബന്ധമുള്ള പുരുഷന് അതാ ളുഹർ നിസ്കാരം നിസ്കരിച്ചു, അവൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അതാ അസറിന്റെ നമസ്കാരത്തെ അവൻ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന യുവാവുണ്ടല്ലോ, അവനിക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. പിന്നെയോ വറജുലാനി തഹാബ ഫില്ലാഹി ഇജ്തിമാഅൻ അലൈഹി വതഫറഖൻ അലൈഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുകയും പിരിയുകയും ചെയ്യുന്ന, അല്ലാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന 2 പുരുഷന്മാർ. ഒരുപാട് ഇൽമിന്റെ മജ്ലിസൊക്കെ നടക്കുന്നില്ലേ? ആ ഇൽമിന്റെ മജ്ലിസിലേക്ക് നമ്മൾ പോകണോ? എവിടെയൊക്കെ ഇൽമിന്റെ മജ്ലിസ് കൂടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ പോയിരിക്കാൻ നമുക്ക് കഴിയണം. അല്ലേ റൗളത്തും മിൻ റിയാദിൽ ജന്നാ, സ്വർഗത്തിന്റെ പൂന്തോപ്പല്ലേ ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെയാണോ ഇൽമിന്റെ മജ്ലിസ് നടക്കുന്നത് അവിടെ നമ്മൾ പോകാൻ നമുക്ക് കഴിയണം. ഇനി ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണ്, ഒരാളെ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ആളുടെ സൗന്ദര്യം കണ്ട് നാം സ്നേഹിക്കാൻ പാടില്ല, അവരുടെ മുതല് കണ്ട് നാം സ്നേഹിക്കാൻ പാടില്ല. അവൻ അല്ലാഹുവിനെ ആരാധന ചെയ്യുന്നവനാണ്, അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നവനാണ്. എങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്ന ആരാധന കൊണ്ട് നാം അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും സ്വർഗമുണ്ടെന്ന്, അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. പിന്നെയോ വറജുലുൻ തഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്.
തറവാടും അഴകുമുള്ള സ്ത്രീ വിളിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ പുരുഷനുണ്ടല്ലോ, അവനിക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഈ ആധുനിക ദുനിയാവുണ്ടല്ലോ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകുന്ന സമയമാണ്, ഒരുപാട് വ്യഭിചാരങ്ങൾ നടക്കുന്ന സമയമാണ്. ഏതെങ്കിലും പെണ്ണ് വിളിക്കാൻ നമ്മൾ കാത്തു നിൽക്കുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് വിളിക്കാൻ നമ്മൾ കാത്തു നിൽക്കുകയാണ്. അത്രയും നശിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചാ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പുരുഷൻ മാറി നിന്നാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവനിക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. പിന്നെയോ വറജുലുൻ ദഖറല്ലാഹു ഖാലിയൻ ഫഫാലത് ഐനാഹു, അല്ലാഹുവിനെ വിജനമായ അവസ്ഥയിൽ ഓർക്കുകയും രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊലിപ്പിക്കുകയും ചെയ്താൽ അല്ലാഹു അവന് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് നമ്മൾ നിസ്കാരത്തിൽ നിസ്കരിക്കുന്നു, നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നു, പക്ഷേ നമ്മളുടെ ദുആ അല്ലാഹു കേൾക്കുന്നില്ല, നമ്മളുടെ ദുആ അല്ലാഹു കേൾക്കുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന? എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ആമീൻ പറയുന്നത്? നമ്മൾ ആമീൻ പറയുന്നത് അല്ലാഹു കേൾക്കണ്ടയോ? നമ്മൾ ഇന്ന് ആമീൻ എങ്ങനെയാണ് പറയുന്നത്? ഒരു മജ്ലിസിൽ ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിസ്കാര സമയത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പിടിക്കുന്ന രൂപം എങ്ങനെയാണ്? നമ്മളുടെ ആമീൻ അല്ലാഹു കേൾക്കേണ്ടയോ? എന്നാലല്ലേ നമുക്ക് ഉത്തരം നൽകുകയുള്ളൂ. ഒരുപാട് ആളുകൾ പറയുന്നു, ഉസ്താദേ ഞാൻ ഒരുപാട് കാലമായി ദുആ ചെയ്യുന്നു, ഞാൻ ഒരുപാട് കാലമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹു അല്ല പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ ഞാൻ തരുമെന്ന് അല്ലാഹു അല്ല പറഞ്ഞത്. ഞാൻ ഒരുപാട് കാലമായി ഉസ്താദേ ചോദിക്കുന്നു, ഞാൻ ഒരുപാട് സമയമായി ഉസ്താദേ ചോദിക്കുന്നു, നിസ്കാരത്തിൽ ചോദിക്കുന്നു, മജ്ലിസിൽ ചോദിക്കുന്നു, പക്ഷേ എനിക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല, എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഉസ്താദേ. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ആമീൻ പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്? അല്ലാഹുവിനോട് നല്ല മനസ്സറിഞ്ഞ് ചോദിച്ചാൽ, അല്ലാഹുവിനോട് നല്ല നമ്മൾ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ, ഇരു കണ്ണുകളിൽ നിന്നും കണ്ണീരൊലിപ്പിച്ച് കൈ രണ്ടും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. പിന്നെയോ വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹാ ഹത്താ ലാ യഅലമ ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, അത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ മറച്ചു വെക്കുന്നവനുണ്ടല്ലോ, അവനിക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ രൂപം എങ്ങനെയാണ് സദഖ കൊടുക്കുന്നത്? ആളുകൾ പരസ്പരം കാണാൻ വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്? നമ്മൾ സദഖ കൊടുക്കേണ്ടതാർക്കാണ്? നമ്മുടെ കുടുംബത്തിൽ